അപ്പൊ ദീന് നോക്കിയിട്ട് തിരഞ്ഞെടുത്തോ പെണ്ണന്, പൈസ നോക്കിയിട്ട് തിരഞ്ഞെടുത്താലോ? ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, എന്റെ വയല് കേൾക്കുന്നതിന് മംഗലം കഴിക്കാനുള്ളവർ കേട്ടോ, മംഗലം കഴിച്ചവരും കേട്ടോ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അതേ അതേ മുസ്തഫായ നബി തങ്ങൾ പറയുന്നു, ഒരാൾ പെണ്ണിന്റെ പിന്നെ പടം നോക്കിയിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ മുസ്തഫായ നബി തങ്ങൾ പറയുകയാണ്, മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ ലം യസിദുഹു അല്ലാഹു ഇല്ലാ ദുല്ലാ. പെണ്ണിന്റെ ഗരിമ ഹിരിമ അവളെ ഇസ്സത്ത്, അവളെ പറ്റി പവർ പറയാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നീ കല്യാണം കഴിക്കുന്നതെങ്കിൽ അങ്ങനെ ഞാന് പെണ്ണൊട്ടിനെ ആരെന്നറിഞ്ഞ ആര് അതാ നമ്മളെ അയാളെ അതാ രാജകീയ ദുരീണ, ആ പൊളിറ്റിക്സ് ലീഡർ, രാജകീയ നേതാറ, ഓളെ ഞാൻ ഇങ്ങനെ ഗത്തി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നീ ഇസ്സത്ത് പറയാനാണ്, അവളെ കൊണ്ട് ഇസ്സത്ത് നടിക്കാനാണ് നീ അവളെ കെട്ടിയതെങ്കിൽ മുസ്തഫായ നബി തങ്ങൾ പറയുകയാണ്, പൊന്നുമോന് ലം യസ്ദുഹു അല്ലാഹു ഇല്ലാ ദുല്ലാ. അതുകൊണ്ട് നീ ദുനിയാവിലെ നിസ്സാരത ഏൽക്കേണ്ടി വരാ, നിന്ദനാവേണ്ടി വരാ, അവളെ മുമ്പിൽ നീ ഇൻസൾട്ട് അനുഭവിക്കേണ്ടി വരാ, അവഹേളിക്കപ്പെടാ, ജനങ്ങള് കൂടിയവിടെ, ആൾമാരുള്ള ജാഗല, ഫംഗ്ഷനുക പോയവിടെ, നീ ഇങ്ങനത്തെ ഗത്ത് വേണായിട്ട് നീ പെണ്ണ് കെട്ടിയെങ്കിലോ അതേ നീ പിന്നീട് നീ അവസാനം ഖേദിക്കേണ്ടി വരാ. ഇനി മുത്തുനബി തങ്ങൾ പറയുകയാ, വമൻ തസവ്വജഹാ ലിമാലിഹാ. അതേ അവളെ പൈസ കണ്ടിട്ട്, തോട്ടത്തിലെ അടക്ക കണ്ടിട്ട്, ബാപ്പാന്റെ സ്വത്തും കാറുബാറ് കണ്ടിട്ട്, അവളെ കാശി ബംഗാറ് കണ്ടിട്ട് നീ കെട്ടിയതാണെങ്കിൽ, കാശി ബംഗാറ് നോക്കണ്ടെന്നല്ല ട്ടാ, മുത്തുലക്കം നോക്കണ്ടെന്നല്ല, തരുന്നങ്ങ് നിമയിക്കോ, പൈസ ആയിരിക്കും കഴിക്കുന്നത്, തരുന്നങ്ങ് മേയിക്കോന്ന് തരും, തരും, അയാളെ നോക്കല്ലേ, ഏതൊരു ഉപ്പവും വിടോ, കൈവിടോ, വിടോ. പക്ഷെ നീ എന്താക്കണ്ട, കച്ചവടാക്കാൻ പോണ്ട, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നൊന്നുണ്ടല്ലേ, പൈസ ഇല്ലാതെ നീ പൈസ ഒന്നും മേങ്ങാതെ നീ പെണ്ണ് കെട്ടിയിട്ട് കൊണ്ടുവന്നെങ്കില് ഓക്കൊരു നിലയും ഇതെല്ലാം ഉണ്ടാവും, ഒരു കൺട്രോൾ ഉണ്ടാവും. നീ നന്ന മേങ്ങിയിട്ട് വലിയ രാജകുമാരിയാക്കിയിട്ട് ജ്വല്ലരി പോലെ പൊന്നും വെച്ചിട്ട് കൊണമെങ്കില് നാളെ തുപ്പിയനും അയിനും ഈനും വായെടുത്തിട്ട് ചെല്ലോ. നന്നും ചോറും തോക്കണ്ട, ഞാൻ പണ്ടൊക്കെ കൂടെ വന്നിട്ട് പൊക്കിച്ച ചെല്ലിനാന്നല്ല 2-3 നാൾ ചിരിക്കുന്നതാണ്. ചെല്ലിട്ടുണ്ടാവും. കാരണം എന്താ അറിയോ, പോരന്റെ കിച്ചണ് പാർത്തിന് തന്നെ ഓള പൊന്ന് ബംഗാറ് വിറ്റിട്ട് ആ മീത്ത റൂമിലേക്ക് മുഞ്ഞാന്ന് ഒരു സെക്കൻഡ് AC കൊണ്ടുവന്നതും ഓള കൈന്റെ മോയിലും വിറ്റിട്ട്, സിറ്റ് കാറിന്റെ 4 ടയർ ചേഞ്ച് ആക്കണ കഴിഞ്ഞ മാസത്തിൽ, അത് ഓള പിന്നെ ഒരു ബാള വിറ്റിട്ട് പിന്നെ ഓ ചെല്ലാണ്ടിരിക്കോ, ചെല്ലാണ്ടിരിക്കല്ല, ചെല്ലണ്ട ചെയ്യും. അതിന് ചെല്ലിപ്പിക്കണ്ട, അതിന് നീ പൈസ മേങ്ങിട്ട് കൊണ്ടുവരണ്ട, കേട്ടിട്ട് മേങ്ങണ്ട, തരും, ഇൻഷാ അല്ലാഹ് തരും. പഠിച്ചറപ്പ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, സാധുക്കളാണെങ്കിൽ പാവങ്ങളാണെങ്കിൽ പടച്ചിറപ്പ് നിങ്ങൾക്ക് നല്ലോണം തരോ, പൈസ ഇല്ല ഗതിയില്ല എന്ന് പറഞ്ഞിട്ട് വിവാഹമാകുന്ന സുന്നത്തായ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കരുത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹത്തായ പരിപാടിയിലെ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ അഹ്ലു ബൈത്ത് കുടുംബത്തിലെ ആദരണീയനായ കണ്ണി സയ്യിദ് കുടുംബത്തിലെ പൂമത്ത്, നമ്മുടെ ഇവരുടെയും ആത്മീയരായ മഹാനരായ സയ്യിദ് അനസ് തങ്ങളവറുകൾ നമ്മുടെ വേദിയിലേക്ക് എത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ദീന് നോക്കിയിട്ട് കെട്ടിക്കോ. മുത്തുനബി തങ്ങൾ പറയുകയാ, അവളെ മുതൽ നോക്കിയിട്ടാണ് നീ കെട്ടിയതെങ്കിൽ, കാശി ബംഗാറിന്റെ കണക്ക് പറഞ്ഞിട്ടാണ് നീ കെട്ടിയതെങ്കിൽ, അവളെ സ്വത്ത് മാത്രം കണ്ടിട്ട് കെട്ടിയതാണെങ്കിൽ, ലം യസിദുഹു അല്ലാഹു ഇല്ലാ ഫഖറാ.
നിനക്കല്ലാഹു ദാരിദ്ര്യമല്ലാതെ തരേല. 45 പവന് 2.5 ലക്ഷം കാശ് മേങ്ങിട്ട് കെട്ടിയെന്ന് പറയുന്നവൻ ഞങ്ങളോട് വന്നിട്ട് 4 ദിവസം കഴിയുമ്പോ പറഞ്ഞെന്തറിയാ, ഉസ്താദ് 1.5 ലക്ഷം കടമുണ്ട് ഉസ്താദ്, ദുആരക്കണോ. ഇത്രയെല്ലാം കാശ് പൊന്ന് വേങ്ങിട്ട് കെട്ടിന. എന്നിട്ട് അവൻ പെണ്ണ് കെട്ടുമ്പോ അവൻ ചിന്തിച്ചത് അവളെ സ്വത്ത് മാത്രമാണ്, അവളെ ബംഗാറ് മാത്രമാണ്. എങ്കിൽ അല്ലാഹു നിന്നെ ഒരിക്കലും ബർക്കത്താക്കല, നിന്റെ സമ്പത്താ മേങ്ങിയിലല്ല ബർക്കത്താക്കല. അവരായിട്ട് തരട്ടെ, അവരായിട്ട് തരട്ടെ, അതിൽ ബർക്കത്തുണ്ട്. നീ അങ്ങോട്ട് അത് മാത്രം ആശിച്ച് ആഗ്രഹിച്ച് കൊതിച്ചു പറഞ്ഞ് നീ കെട്ടണ്ട. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, വമൻ തസവ്വജഹാ ലിഹസബിഹാ വമൻ തസവ്വജഹാ ലിഹസബിഹാ. അവളെ കുളമഹിമ, അവളെ തറവാട്, ഇന്നാലിന്നാളെ മോവ, ഇന്നാലിന്നാളെ മോള്, ഇന്നാലിന്നാന്റെ പെങ്ങ, ഇന്നാലിന്ന പാർട്ടി ലീഡറിന്റെ മച്ചുൻജി എന്ന് പറഞ്ഞിട്ട് ഗത്ത് പറയാനാണ് നീ പെണ്ണ് കെട്ടിയതെങ്കിൽ ലംയസ്ദുഹുല്ലാഹു ഇല്ലാ ദനാ. അതുകൊണ്ട് നിനക്ക് ചീത്ത പേരല്ലാതെ, മോശപ്പെട്ട പേരല്ലാതെ, നീ താഴോട്ട് പോകുന്ന ഒരവസ്ഥയല്ലാതെ നിനക്ക് വരേല. എന്നിട്ട് നബി തങ്ങൾ അപ്പുറം പറയുകയാണ്, ഒരു പെണ്ണിന്റെ ചന്തം മാത്രം കണ്ടിട്ട് നീ കെട്ടുകയാണെങ്കിൽ നീ അതേ നിന്നതെ അനുഭവപ്പെടേണ്ടി വരാ, 4 ആളെ മുമ്പിൽ വിരല് കടിക്കേണ്ടി വരാ, നിസ്സാരപ്പെടേണ്ടി വരാ, പരിഹാസപാത്രമാകും, ജനങ്ങളെ മുമ്പിൽ മുഖത്ത് മുണ്ടിട്ട് നടക്കേണ്ട ഗതികേട് വരും. പടച്ച റബ്ബ് കാക്കട്ടെ. ശഫീഉനാ റസൂലുള്ളാഹ്. അബൂ ഉസ്താദെ ചന്തം നോക്കണ്ടേ? ചന്തം നോക്കണം, ചന്തം മാത്രം നോക്കണ്ട. ചന്തം നോക്കണ്ടെന്നല്ലേ ഇല്ലേ, ചന്തം മാത്രം നോക്കണ്ട. ചന്തം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇഹ്യായിൽ പറയുന്നു, ഉസ്താദുമാരെല്ലാം ഉണ്ട്, നിങ്ങൾ കേട്ടോ, എന്തെങ്കിലും അഭിപ്രായമെങ്കിലും നാളെ ഒരു ചെല്ലും, നിങ്ങൾ എന്നോട് ഗുൽമാലാക്കിയിട്ട് വാട്സപ്പിൽ ഗ്രൂപ്പാക്കണ്ട. തിരിഞ്ഞ എന്തുണ്ടെങ്കിൽ വിളിച്ചിട്ട് അപ്പുറം ചില്ലിയറ്. ഞമ്മ ഏതൊരു വിഷയത്തിനും സംശയമെല്ലാം തീർക്കുന്ന ഉസ്താദാണ് ബഹുമാനപ്പെട്ട സംപ്യദാരി ഉസ്താദ്. പ്രഗത്ഭരായ പണ്ഡിതര് നമ്മുടെ നാടിന്റെ ഒരു സ്വകാര്യ അലങ്കാരമാണ്, അഹങ്കാരമാണ്. നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ ഖത്തീബ് ഉസ്താദ്, ഫൈസി ഉസ്താദ്, അവരൊക്കെ ഒരുപാട് കാലം എത്രയോ മഹല്ലത്തുകളിലൊക്കെ ജോലി ചെയ്ത് പരിചയമുള്ള ഒരു പണ്ഡിതനാണല്ലോ. നമുക്കറിയാം, ഒരു എല്ലാ ഉസ്താദിന്റെ സാധാരണ ഉള്ള എല്ലാ മഹല്ലത്തിലേക്കും ഞാൻ വേദന പോയത് ഓർമ്മയുണ്ട്. എനിക്ക് ഇവിടെ ബന്നിട്ട് ഇരിക്കുന്നത് വരെ ഉമർ ഫൈസി ആരും അറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പൊ കണ്ടപ്പോഴാണ് മൂപ്പരെന്ന് മനസ്സിലായി. നേരത്തെ മുഅദ്ദിൻ ഉസ്താദ് പറഞ്ഞു എന്നോട്, പ്രത്യേകം ദ്വാരക്കണം ഉസ്താദ്, ഇൻഷാ അല്ലാഹ് സുഖായി വരുന്നുണ്ട്, എല്ലാം ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ദ്വാരക്കണം. തുടക്കത്തിൽ അവിടെ ഇരുന്നപ്പോ എന്നോട് മുഅദ്ദിൻ ഉസ്താദ് പറഞ്ഞു, അപ്പുറത്തിരുന്നിട്ടുണ്ടായ മുഅദ്ദിൻ ഉസ്താദ്, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, എല്ലാ അപകടങ്ങളെ തൊട്ട് ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങൾ അല്ലാഹു കാക്കട്ടെ. സ്വതക്ക കൊടുത്തവരാണ് ഞങ്ങള്, കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങള്. സ്വതക്ക കൊടുത്താൽ എല്ലാ ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് മുത്തുനബി തങ്ങൾ ഹദീസാണ്. അപ്പൊ ഏടെ പോകുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ കുറച്ച് സദക്ക കൊടുത്തിട്ട് പോകണം. ഇനി വലിയൊരു കാവലുണ്ട്. ഫസ്റ്റ് തന്നെ രാത്രി വേറെമ്പലാകുമ്പോ നീ തക്കത്ത് ബട്ടന്റെ അവിടൊക്കെ പോവാന്നല്ല സുബൈക്ക് മജ്ലിസിന്റെ ബട്ടക്ക് ഒരു 50 റുപ്യ ഇടാൻ നിറച്ചോണം, പിന്നെ ബട്ടന്റെ അവിടൊക്കെ പോവാൻ ചെയ്യണം. അല്ലോ അങ്ങനല്ലേ? നബി തങ്ങളുടെ ഹദീസാണ്, നിങ്ങളെ രോഗങ്ങൾക്ക് ഏറ്റവും നല്ല മരുന്ന് സിദ്ധൌഷധ, അത് സദക്കയാണ്. അവന്റെ മരുന്നല്ല എന്നല്ല, ഇനി നാളെ ഗുൽമാലാക്കിയിട്ടുണ്ട്. അപ്പോ ബട്ടന്റെ ഉടക്കല് സെറ്റിന്റെ ഉടക്ക് വേണം പോണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങളെ കയ്യിൽ അതിനെക്കാട്ടും നല്ല പെർഫെക്റ്റായ എല്ലാം കൊണ്ടും അതിന് ഷൂട്ടബിളാന്ന് മരുന്നുണ്ട്. അതൊന്നും നമ്മളെ കയ്യിലില്ല. നമ്മളെ കയ്യിൽ സംസം ഇല്ല, സംസം വെള്ളമില്ല, ബാക്കിയെല്ലാം ഉണ്ട്, പെപ്സി ഉണ്ട്, ഹെന്ന എല്ലാം ഉണ്ട്. ഞങ്ങളെ കയ്യിൽ തേനില്ല.
പിന്നെല്ലാം ഉണ്ട്, ജ്യൂസ്, ഹോർലിക്സ്, ഐസ്ക്രീമിന്റെ ക്രീമും എല്ലാം ഉണ്ട്. ഞങ്ങളെ കയ്യിൽ യാസീനോത്തിന്റെ സ്വഭാവം ഇല്ല, വേറെ ഖുർആനോത്തുന്ന സ്വഭാവം ഇല്ല. ബാക്കി എല്ലാ ടെക്സ്റ്റ് മെസ്സേജും അതും ഇതും എല്ലാം ഓതുന്നു. ഖുർആനോത്ത് സത്യത്തിൽ ഇതെല്ലാം മരുന്നാണ്. ദാനധർമ്മം കൊടുക്കുന്ന വിഷയമല്ല. നമ്മള് കബഡി ക്രിക്കറ്റ് പന്ത്യാടത്തിന് പ്രഥಮ ಬಹುಮಾನ 4,444 ആചാര വക എടുത്ത ആചാരല്ല. മുഞ്ഞാന്ന് നിങ്ങൊരു ലിസ്റ്റ് കാണണം സാർ, വാട്സപ്പിലെല്ലാം വന്നില്ലേ കാണണ. ഞാനോട് ഒരാൾ ഇട്ടിട്ട് പേഴ്സണൽ ലെറ്റർ പറഞ്ഞു, ഇതൊന്ന് കാര്യമായിട്ട് ഉണർത്തണം. ഞാൻ ചൊല്ലി ബന്ധനെല്ലാം ഉണർത്താൻ ഞങ്ങൾക്ക് വേറെ പണിയില്ല. ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഉണർത്താൻ സമയം മതിയാവുന്നില്ല. പിന്നെ ഇട്ടനെല്ലാം ഉണർത്താൻ ഞങ്ങൾക്ക് സമയമുണ്ട്. അതുമല്ല അതിന്റെ നിജസ്ഥിതി അറിയണ്ട. വാട്സപ്പിൽ വന്നതെല്ലാം കണ്ടിച്ചും മീറ്റിംഗ് മീറ്റിംഗ് 100-90 കളവും പച്ച കളവും തിരിഞ്ഞെങ്കിൽ നിങ്ങൾ മീറ്റിംഗ് കയറുകയും വേണ്ട, സെൻഡാക്കിറുകയും വേണ്ട, അവിടെ തന്നെ വെച്ചിട്ടിളക്കിയേറി തിരിഞ്ഞ 2 ലാഭം. ഒന്ന് കുറ്റം കിട്ടുന്നില്ലാണ്ടാവും, രണ്ടാമത് MP തീരുന്നു ലാഭം. ഹലോ സാർ, ദുനിയാവ് രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. MP ബാക്കിയും ദുനിയാവ് രക്ഷപ്പെട്ടില്ലേ? കുറ്റത്ത് പോയി പോയെങ്കിൽ ആഖിറവും രക്ഷപ്പെട്ടില്ലേ? അപ്പൊ സത്യാവസ്ഥ അറിയാതെ, നിജാംശ, വാസ്തവാംശ, യാഥാർത്ഥ്യം, പരമസത്യം അറിയാതെ ഷെയറാക്കാനാ സെൻഡാക്കാനാ അവിടെ വെക്കാനൊന്നും നോക്കണ്ട. നല്ലോണം ശ്രദ്ധിച്ചോ. മുഞ്ഞാന്നൊന്ന് വന്ന് അപ്പൊ ഞാൻ എന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ടവരെ വിളിച്ച് ഏകദേശം ഒരു 3-ലേറെ ആൾക്കാരെ വിളിച്ചത് ഉള്ളത് തന്നെയാണ്. നോക്കുമ്പോ വലിയൊരു ക്രിക്കറ്റ് പന്ത്യാട്ടം, ഡേ നൈറ്റ് മാച്ച്, ഭയങ്കര ചെറിയ മത്സരം ഒന്നുമല്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു എല്ലാം 18 മുസ്ലിമീങ്ങളെ പേര്, അവരെ ഫോട്ടോ സമേത ഒരാൾ 5 കിൻഡല് പഞ്ചസാര, ഒരാൾ 3 കിൻഡല് അരി. അവിടെ ചോറ് ഫുഡിന്റെ എല്ലാം വ്യവസ്ഥ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം സദക്ക കൊടുത്തിനെ. എന്ത് കോണോ നോക്ക. ഇയാളുടെ പോയിട്ട് നാളെ ഞങ്ങളെ കമ്പൗണ്ട് കിട്ടുന്ന 1 ലോഡ് കല്ല് തരി 8,000 രൂപ മതി, അല്ലെങ്കിൽ അയാളെന്തെങ്കിലും കൊറോണ ഈടെ കേൾക്കുമ്പോ ഓന് കൊറോണ ഇല്ല, മണ്ണും ഇല്ല, പിന്നെ വന്ന കൊറോണ പോവാ. എനക്ക് ബേജാർ ഓൻ തരാത്തതല്ല, കൊറോണ ഓനെ കണ്ടിട്ടില്ല, അതാണ് എന്റെ ബേജാർ. അല്ല, ഓൻ ബാക്കിയൊരു കാര്യം എന്തുണ്ടേ കേൾക്കുമ്പോ ചെല്ലാൻ കണ്ട. ഇപ്പൊ എന്തില്ല, ഇപ്പൊ ആരില്ല ഉസ്താദ്, കൊറോണ ഈടെ കൊടുക്കുമ്പോ ആടെ കൊടുക്കുമ്പോ എന്തിനു കൊടുത്തോ? എന്താവശ്യത്തിന്? 5 പൈസന്റെ ഗുണമില്ല. ചെറുപ്പക്കാരൻ കളിച്ചോ ഇസ്ലാമികമായ വേഷവിധാനം ധരിച്ച, നിസ്കാരത്തിന് ഭംഗം വരാതെ, നിസ്കാരം നഷ്ടപ്പെടാതെ നിങ്ങൾ ഇത്തിരി നേരം കളിച്ചോ, തെറ്റല്ല. പക്ഷെ അല്ലാഹനെ മറന്ന് കളിക്കല്ലേ, നിസ്കാരം മറന്നാടല്ലേ, ഔറത്ത് മറക്കാതെ കളിക്കല്ലേ, ഹറാമാണ്. നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാ. കളിക്കുന്നതിന് ഇസ്ലാം എതിരല്ല. എപ്പോഴും തമ്മു പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം ഇസ്ലാം പറഞ്ഞിട്ടാ. ചിരി, കളി, കുറച്ച് തമാശ, ഇതെല്ലാവും ഇസ്ലാമിലാവും. മാത്രമല്ല നബി തങ്ങൾ പറഞ്ഞെന്നറിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ എപ്പോഴും നിന്റെ മുഖത്തൊരു പുഞ്ചിരി പോണം, പുഞ്ചിരി മായാൻ കയ്യാ, അതൊരു സദക്കയാണ്, നിനക്കതൊരു ദാനമാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. മനസ്സിലായിട്ടാ? തിരിഞ്ഞിട്ട നമ്മളെ മുഖത്ത് ചിരി മായാൻ പാടില്ല, നമ്മുടെ മുഖത്ത് ചിരി മായാൻ പാടില്ല. ചിരിച്ചോ നീ എപ്പോൾ ഇങ്ങനെ ഞാൻ മുസ്ലിം അല്ലേ, ബോട്ടി തണ്ടിലിട്ട പോലെ. മുസ്ലിം ആയെങ്കിൽ ചിരിക്കണ്ടേ? മുസ്ലിം അങ്ങനത്തെ കളിക്കാൻ കഴിയേ? അറബേന് ഉസ്താമാരെ കളിക്കാൻ പോയിട്ടുണ്ട്. നാളെ തന്നെ പണി തിരിച്ചു വിടുക. മൊയിലാറ് ബൈക്ക് ഓട്ടാൻ കഴിയാ. ഏതോ ഒരു കമ്മിറ്റിയിലെ കാറ് കൂടിയിട്ട് ഖത്തീബിനെ പിരിച്ചു വിട്ടു. എന്തറിഞ്ഞാൽ പൾസർ ബൈക്കിൽ പോയാലോ അവരെ വിചാരിയാൾ ആണ്ടും പോളും വരിക്കോടത്തോളം സൈക്കോളജി ഓട്ടോണം. എന്റെ മൊയിലാർക്ക് ബൈക്കാവല്ലേ? അല്ല, ഒന്ന് ആലോചിച്ചൊക്കെ, തമാശ പറയുന്നതല്ല. ആൾക്കാരുടെ കുടുസായ ഒരു ചിന്ത അങ്ങനെയില്ല ഇസ്ലാമില. അല്ലാഹനെ മറക്കാതെ, ഔറത്ത് തുറക്കാതെ, നിസ്കാരം ഒഴിവാക്കാതെ, ഹറാമിയത്ത് വരാതെ ഇത്തിരി നേരം കളിച്ചോ, അത്
സഹാബികളെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയും അതേ രാത്രി ഓട്ട മത്സരം നടത്തിയില്ലേ? ഒരു കളിയിൽ ആയിഷ റളിയല്ലാഹു നബി തങ്ങൾ ജയിച്ചപ്പോ ഫൈനൽ റൗണ്ടില് ആയിഷ ഉമ്മ ജയിച്ചോ. അപ്പോഴാണ് നബി തങ്ങൾ സത്യത്തിൽ തോറ്റതല്ല, ബേണും ചെല്ലിട്ട് തന്റെ ഭാര്യക്ക് വേണ്ടിയിട്ട് തോറ്റുകൊടുത്തതാണ്. അവളൊരു സമാധാനത്തിന്, അവളെ ഒരു റാഹത്തിന്, അവളെ ഒരു ചന്തത്തിന്, അവളെ മുഖത്തൊരു ചിരി കാണാൻ നബി തങ്ങ ബേണും ചെല്ലിട്ട് തോറ്റതാണെന്ന് ഹദീസില് കാണാ. ഇതിൽ നമുക്കൊരു പാഠമുണ്ട്. എന്ത് പാഠം? ഉസ്താദെ ഞങ്ങളും പാഞ്ഞിട്ട് കളിക്കണം, ഞങ്ങളും പാഞ്ഞിട്ട് കളിക്കണോ എന്ന പാഠം മാത്രമല്ല, ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ചെല്ലാം തോറ്റിട്ടും കൊടുക്കണോ. ചെല്ലിന്റെ ഡബിളും നീ മുണ്ടാന്ന് കണ്ട വന്നിട്ട് 10 ചെല്ലും. പെണ്ണാണത്, പെണ്ണങ്ങനെ. പെണ്ണ് മിക്കവാറും ഭദ്രകാളി സ്വഭാവം കാട്ടും. അപ്പൊ നീ എന്താക്കണ്ട, നീ രാക്ഷസ രാജാവായിട്ട് വരണ്ട. അവ കുറച്ചൊക്കെ സ്ട്രോങ്ങിൽ വരും. എന്ത് 4:30 മണിക്ക് വരുന്നേറ്റ് 6:15 അല്ല. എന്ത് ഇത് ഇങ്ങനെ ഏണ്ട് പാളയുണ്ട്, തേനുണ്ട്, നോമ്പിന്റെ സാധനമുണ്ട്. നോമ്പാകെ 3 ദിവസമല്ലേ ഉള്ളേ. ഏണ്ട് സാധനമുണ്ട്, സോജിയുണ്ട്, സാഗയുണ്ട് എന്ന് കേൾക്കുമ്പോ നീ ബോണയിലിടും എന്ന് പറഞ്ഞിട്ട് നിന്റെ തുടക്കത്തെ പല്ല് ചോക്കണ്ട. നീ അപ്പ ചെല്ലണം എന്തറിഞ്ഞ ആയിമൊത്തവന് 3-4 ദിവസം ഉണ്ടല്ലോ ഇത് ഗടിപിടിയാക്കുന്നത്. പാൾ ഇന്നൊക്കെയുള്ള പാളെല്ലാം കൊണ്ടുവന്നില്ല. പിന്നെ നോമ്പിന് 3 ഉണ്ട്. ഇപ്പോൾ ഞാൻ 12 തൊട്ട് കൊണ്ട് പൊട്ടി പിടക്കിട്ട് പോയി. നീ ഇപ്പം ഈ തുള്ളുന്ന കേൾക്കുമ്പോൾ വിചാരിക്കണം ഇന്ന് തന്നെ കാലിയാറ് നോമ്പും ചെല്ലുമല്ല. നീ കുറച്ച് കുസാളും ചിരിയെല്ലാം പാസ്സാക്കിയിട്ട് വിട്. അപ്പൊ എന്താ കുറഞ്ഞ പാഞ്ഞോണ്ട് വന്നിട്ട് നിന്റെ നെറ്റിയിലുള്ള ചേറെല്ലാം തോത്തിട്ട് ഐസാരല്ലേ പോയി ഒരു ചാവടി കുടിച്ച് നിങ്ങൾ എന്തിങ്ങനെ ബേർത്തിനെ. അതാണ് ജീവിതം. ഇത് മാച്ചിൽ പോണപ്പോ നീ മട്ടക്കാണെടുത്തെങ്കിൽ സംഗതി പോവും. ഒഹിയ തലാക്ക്. പിന്നെ അവസാനം രണ്ട് ലോകത്താവും. ഒന്ന് ഗടിയാറില്, പിന്നെ കള്ളടുക്കത്ത്. അഡ്ജസ്റ്റ്മെന്റ് നല്ലോണം പോണം. ദാമ്പത്യ ജീവിതത്തിൽ നല്ല അഡ്ജസ്റ്റ്മെന്റ് വേണം. ഇത് പറയുന്നത് എനക്കും ബാധകന്നെ. തിരിഞ്ഞാ നിങ്ങൾ വിചാരിച്ചോണ്ട് ഇയാൾ വലിയ വമ്പനാന്ന് തോന്നുന്നു. അത് എന്റെ ഓളൽ ഒരു കേൾക്കണം ഇപ്പൊ. അല്ല അങ്ങനല്ല, ഇത് എനക്കും ബാധകാണ്, നിങ്ങൾക്കും ബാധകാണ്. അല്ലാഹു ഞങ്ങളെ നല്ലവരാക്കട്ടെ. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവര് ഖിയാറുക്കും ലിഅഹ്ലി ശഫീഉൽ വറാ റസൂലുള്ളാഹ്. അതേ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയില, നിങ്ങളെ ബാപ്പഞ്ഞായിമാർക്കിടയില നല്ല നിലക്ക് പെരുമാറുന്നവരാണ് നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നല്ല തമാശ പറയേണ്ടത് ഓളോട്. അവളും അങ്ങനെ നല്ല നിലക്ക് അണിഞ്ഞൊരുങ്ങി നല്ല പുതുമണവാട്ടിയായി, മനോഹരിയായി, രാജകുമാരിയായി നല്ല പോലെ അത്തറ പൂശി ലിപ്റ്റിക് തേച്ച് മുമ്പിൽ വന്ന് നിൽക്കേണ്ടത് മാപ്പിളന്റെ മുമ്പില. നാട്ടുകാര് കാണാനല്ല അവളെ മേക്കപ്പ്, നാട്ടുകാര് കാണാനല്ല അവളെ തൊലി വെളുപ്പ് കാണരുത്, അവളെ മുടിയഴക് കാണരുത്, ഭർത്താവല്ലാതെ കാണരുത്. അന്യരുടെ മുമ്പില മാപ്പിളയും സ്വന്തക്കാരുമല്ലാത്ത അന്യരുടെ മുമ്പില് അൽമർഅതു കുല്ലുഹാ ഔറാ, പെണ്ണ് മുഴുവനും മറക്കപ്പെടേണ്ടവളാണ്. ആണിന് ഒരേ ഔറത്ത് കഡ്ഡായമായിട്ട് നിർബന്ധമായിട്ടും മറക്കേണ്ടത് ഒരേ ഔറത്ത്. ഇൻഷാ അല്ലാഹ് സമയം 11 ആയിട്ട് എന്ത് പറഞ്ഞ? അതെ, ആണിന് നിസ്കാരത്തിൽ നിർബന്ധമായിട്ടും അല്ലാത്ത സമയത്ത് ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ജാഗയാണ് മുട്ടിന്റെയും പൊക്കിളുടെയും ഇടയിലുള്ള സ്ഥലം. ഒരിക്കലും അത് തുറക്കാൻ പാടില്ല. കളി ഗ്രൗണ്ടിലായെങ്കിലും അങ്ങനെ. ചെറുപ്പക്കാർ നല്ല പോലെ കേട്ടോ, ആ കാണുന്നത് നിന്റെ തൊടയുടെ വെളുപ്പ് കാണുകയാണെങ്കിൽ വെളുപ്പല്ല, ഇനി നീ തൊട കറുത്തവനായാലും അത് ഹറാമാണ്. മാലാഖമാർ ശപിക്കുന്നു. ഓരോ
നിമിഷവും അതെല്ലാം ആര് കാണുന്നുവോ, ആരെല്ലാം നീ കാണിക്കുന്നുവോ, ആരെല്ലാം അവിടെ കാണുന്നുവോ, അവരുടെ എല്ലാ പാപഭാരം നീ ചുമക്കേണ്ടി വരും. പൊന്നു ചെറുപ്പക്കാരാ, നീ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ ഫുള്ളായി മറക്കണ്ട. നിസ്കാരത്തിലും അങ്ങനെ. അപ്പൊ നിസ്കാരത്തിൽ തല മറക്കണോ എന്നല്ല ചെന്ന് സുന്നത്താണ്, വേണോ വേണോ വേണോ, ഒഴിവാക്കണമെന്നല്ല, വേണോ. പക്ഷെ ഇത് നിർബന്ധം. പെണ്ണിനൗറത്ത് ഒന്നല്ല, പെണ്ണിനൗറത്ത് 3-ലേറെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉസ്താദിന്റെ അഭിപ്രായിച്ചല്ലോ, നിസ്കാരത്തില് മുങ്കയും മുഖവും ഒഴിച്ച് എല്ലാം മറക്കണം. കാലിന്റെ അടിന്റെ വെളുപ്പ് പോലും സുജൂദിലേക്ക് പോകുന്ന നേരത്ത് പോലും കാണാൻ പാടില്ല പെണ്ണ്. നീ കമ്മീസല്ല, നീ ഗോണിയിട്ടിട്ട് നിസ്കരിക്കുന്നെങ്കിലും കാണ്ടടിയിലെ വെളുപ്പാണ് കയ്യ, നിന്റെ കാതിന്റെ ഇടയിൽ മുടി കാണാൻ കയ്യ. ഈ മുഖം ഫുള്ള് മറച്ച് തുറന്ന് 2 ഉള്ളം കൈ മുങ്കൈ ഇത് തുറന്ന് ബാക്കി എല്ലാം മറക്കണം. ഈടെ നിന്റെ പെരടിന്റെ ബൾപ്പൊന്നും നിസ്കാരത്തിൽ കണ്ടാൻ കയ്യ. ഒന്ന് ഇത് നിസ്കാരത്തിന്റെ ഔറത്താണ്. പിന്നെ നിന്റെ സ്വന്തക്കാർ, നിന്റെ മക്ക, ആങ്ങളമാറ്, അബ്ബ, ഉമ്മ, ഓർ വേണ്ടപ്പെട്ടോ, അവര് സാധാരണ നീ നിന്റെ പെരന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ജോലി, പാത്രം, ചട്ടിയെല്ലാം കിടക്കുമ്പോ ഏടെല്ലാം കാണുന്നു. സാരമില്ല, സിമ്പിളായിട്ട് എല്ലല്ല എന്നാലും കുറച്ചല്ല ഇപ്പൊ കൊടുത്തോളം ഇങ്ങനെ പൊന്തി പോയി കണ്ടെങ്കിൽ വലിയ കടിപിടിയാക്കാനൊന്നുമില്ല. കാരണം അത് സ്വന്തക്കാരൻ. മാപ്പിളന്റെ മുമ്പിൽ പിന്നെ അങ്ങനൊന്നുമില്ല. നിന്റെ സൗകര്യം പോലെ, നിന്റെ സൗകര്യമല്ല, അതിനെക്കാട്ടി വലിയ സൗകര്യം അവന്റെ സൗകര്യം പോലെ. നിന്റെ മനസ്സുമല്ല അവിടെ മുന്നേ അവന്റെ മനസ്സ്. അവൻ എങ്ങനെ പറയുന്നതാണ് അങ്ങനെ. നിങ്ങൾ നന്നും ചിന്തിക്കണ്ട, പിന്നെ ഔത്ത് പോയിട്ട് വേണ്ടി പോലെ ആയിക്കോളെ. അല്ല എന്തെല്ലാം ചെന്നിട്ട് ഇങ്ങനെ ഒരാളെ കാത് കൂത്തിന് കാതിന്റെ ഉള്ളത്തെല്ലാം പുറത്തൊക്കെ കിട്ടണോർ അല്ല, അങ്ങനല്ല. അവളെ അവറത്ത് അങ്ങനെയാണ്. മാപ്പിളുടെ മുമ്പിൽ പിന്നെ ഒരു അവറത്താണ്. അതേ സമയത്ത് അന്യരുടെ മുമ്പില് വയലിന് പോകുമ്പോഴും, ഉറൂസിന് പോകുമ്പോഴും, മജ്ലിസിനൂറിന് പോകുമ്പോഴും, ബജാറില് പോകുമ്പോഴും, അതേ മരുന്നിന് പോകുമ്പോഴും, മംഗലത്തിന് പോകുമ്പോഴും, മൈലാഞ്ചിക്ക് പോകുമ്പോഴും അവിടെ അന്യരാണുള്ളതെങ്കിൽ, അതല്ല നിന്നെ കാണുന്നത് അന്യരാണെങ്കിൽ, അന്യരെ കാണാൻ അവസരമുണ്ടെങ്കിൽ അവിടെ നിന്റെ ശരീരം മുഴുവനും മറക്കണേ. പഠിക്കേണ്ടതാണ് നമ്മള്. കോളേജ് കുമാരിയാണെങ്കിൽ നീ അവരെ മുമ്പിൽ ആട്ടം തുള്ളേണ്ടവളല്ല, ടിക്ടോക്ക് പറഞ്ഞിട്ട് പാടേണ്ടവളല്ല. അല്ല ഒരിക്കലും നീ അന്യപുരുഷന്മാരുള്ള ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെടേണ്ടവളല്ല പെണ്ണേ. നീ പാടില്ല. ഞാൻ നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. സമയമായി നല്ല ദീനിയായ പെണ്ണിനെ നോക്കിയിട്ട് നീ കെട്ടിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ എല്ലാം അഡ്ജസ്റ്റ്മെന്റായി സന്തോഷത്തോടെ സമാധാനത്തോടെ പോകും. അവിടെ ഒരു ഗടിപിടി ഉണ്ടാവില്ല, പിണക്കങ്ങൾ ഉണ്ടാവില്ല, ഒരു പ്രയാസങ്ങളും ഉണ്ടാവില്ല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു തങ്ങളെ കച്ചവടത്തിന് വേണ്ടി പോവുകയാണ്. മുത്തുനബി തങ്ങളെ സഹാബിയാണ്. കച്ചവടത്തിന് പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയാണ്. അതല്ല, അബൂ തൽഹ തങ്ങൾ പോകുമ്പോ ഭാര്യക്കൊരു കുഞ്ഞിയുണ്ട്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കച്ചവടമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, ദിവസങ്ങള്, മാസങ്ങള്, കൊല്ലങ്ങള് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, അതേ ആ ഭാര്യ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അവിടെ മഹാന് വന്നിട്ട് ചോദിച്ചോ, എവിടെ ഞങ്ങളെ കിടാവ്, കുഞ്ഞെവിടെ? ഏതൊരു പണി കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ ആദ്യം കേൾക്കുന്നത് മക്കളെയല്ലേ? അല്ലേ? ഏതൊരു ബാപ്പയും അങ്ങനല്ലേ? പൊന്നുമോനെ, നീ ബാപ്പാനറിയണ. അയാള് കഷ്ടപ്പെട്ട് സുബൈക്ക് പോയി വൈകുന്നേരം പണി കഴിഞ്ഞ്, അല്ലെങ്കിൽ 4-5 ആഴ്ച ജോലി കഴിഞ്ഞ്, അല്ലെങ്കിൽ എപ്പോഴും ആകട്ടെ എല്ലാ ഇടപാടും കാര്യങ്ങളും കർമ്മങ്ങളും കഴിഞ്ഞ് വീട്ടിലേക്ക് പടികേറി വരുമ്പോ ആദ്യമായിട്ട് ഉമ്മാനെ കാണുമ്പോ ഉമ്മാട് കേട്ടതെന്തറിയാ? അല്ല, നിനക്ക് സുകന്യ എന്നല്ല, കറന്റ് ഉണ്ടാ എന്നല്ല, വോൾട്ടേജ് കമ്മിയാണോ എന്നല്ല, ചൂടുവെള്ളമുണ്ടോ എന്നല്ല, പിന്നെയാ
എല്ലാം കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി അവശനായി ഒരുപാട് ടെൻഷനുകളും ഭാരങ്ങളുമായി വീട്ടിലേക്ക് ഗേറ്റ് കടന്നു വന്ന ബാപ്പ ആദ്യമായിട്ട് ഉമ്മാനെ കണ്ടപ്പോ, അതേ കെട്ടിയോളെ കണ്ടപ്പോ, ആ വീട്ടിലുള്ളവരെ കണ്ടപ്പോ ആദ്യമായിട്ട് അവരെ ചോദിച്ചത് മോളെവിടെ, മോനെവിടെ, കുഞ്ഞുറങ്ങിയ, മോളുറങ്ങിയ? ഇതാ ഞങ്ങളെ ബാപ്പാന്റെ ചോദ്യം. അല്ലാഹു ഞങ്ങളെ ബാപ്പാക്ക് പൊറുക്കട്ടെ, അല്ലാഹു ഞങ്ങളെ ബാപ്പ ഉമ്മാക്ക് പുറത്തു കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ബാപ്പ ഉമ്മാക്ക് അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അങ്ങനെയുള്ള ബാപ്പ ഉമ്മമാര് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നോ. ഭാര്യയോട് ചോദിച്ചു, അല്ല ഉമ്മു സുലൈമ എവിടെയാ കുഞ്ഞ്? നല്ല പെണ്ണ്. ഉമ്മു സുലൈമ കടിപിടിയുള്ള പെണ്ണല്ല, 14 ഇഞ്ചിന്റെ നാവുള്ള പെണ്ണല്ല, ദീന് നോക്കിയിട്ട് സെലക്ട് ചെയ്യപ്പെട്ട പെണ്ണ്, നല്ല പെണ്ണ്, അള്ളാന്റെ പേടിയുള്ള പെണ്ണ്. ആ ഉമ്മു സുലൈമ പറഞ്ഞു, അതെ നിങ്ങൾക്ക് എന്തേ ഇത്ര കടിപിടി? ഇരിക്കും, നിങ്ങ വന്നത്രല്ലേ, ഇത്ര നാളായി കാണാതെ. ഇന്നത്തെ പോലെ ഫോണും വാട്സപ്പും ട്വിറ്ററൊന്നും ഇല്ലാലോ. നിങ്ങ ഇരിക്കും. ഇതാ എന്റെ കിടാവിന് കടലയും കൊമ്പയും മിഠായും എല്ലാം കൊടുക്കാൻ വേണ്ടിയ പോലെ ആക്ക നിങ്ങ ഇരിക്കും. അങ്ങനെ ഇരുത്തി സമാധാനിപ്പിച്ച് കുളിക്കാനെല്ലാം പറഞ്ഞു. കുളിച്ച് നല്ല പാലെല്ലാം കറന്നു കൊണ്ടിട്ട് ചൂടാക്കിയിട്ട് കുറച്ച് പഞ്ചസാര എല്ലാം ഇട്ട് എല്ലാം കൊടുത്തു. അപ്പെല്ലാം ഇയാൾ കേൾക്കുന്നു, മോള് രണ്ട് കിടായുണ്ട്, കിടായുണ്ട് നിങ്ങ ഇപ്പൊ ഇത്തിരി നാളെ വരാണ്ട് കാത്തിട്ട് വന്നിട്ട് ഇരിക്കി. തടിയെല്ലാം പച്ച പോലെ അതിനെന്തെങ്കിലും ചന്തായിനാവോ റാത്തായിന അൽഹംദുലില്ലാ. അങ്ങനെ കൊണ്ടോണോ? അങ്ങനെ കൊണ്ടോണം. ഇന്ന് നോക്കിപ്പ അങ്ങനെ മുണ്ടോണം. അങ്ങനെ മുണ്ടിന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങക്ക് ബിൽക്കുൽ നിങ്ങളെ ജിന്ദഗിയിൽ രണ്ടാമത്തെ ഒരു പെണ്ണ് കെട്ടേണ്ടി വരാല. ഓളും അങ്ങനെ ഒരിക്കലും പിന്നെ ഒരിക്കലും നിങ്ങൾ രണ്ടാമത്തത് കെട്ടാൻ വിടുകയില്ല. സത്യത്തില് പല മാപ്പിളമാറും രണ്ടാമത്തത് കെട്ടാതിരിക്കാനുള്ള ഒന്നാമത്തെ പ്രധാന കാരണം ഓളെ മേടിച്ചിട്ട് തന്നെ. രണ്ടാമത്തെ കാരണം വേറെ ഉണ്ട്, കൊറോണ ഒന്നും. രണ്ടാമത് പിന്നെ ഈ എന്നെ കെട്ടിയിട്ട് നോക്കാനാകുന്നില്ല. പിന്നെ രണ്ടാമത്തത് അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കാത്തിരുന്ന് രാത്രിയായി. ഇയാള് വന്നതല്ലേ, ഗൾഫിൽ നിന്ന് വന്നതല്ലേ, ജോലിയെല്ലാം കഴിഞ്ഞ് വന്നതല്ലേ, മഹാൻ ജോലി പോയ ആള്. ഇന്നലെ പോയ ആളെന്തല്ല, മാസങ്ങൾക്ക് മുമ്പ് പോയ ആള്. അയാളെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി നല്ല നാടൻ കോയിന്റെ കറിയും ആദ്യം ഇതെല്ലാം ആക്കി വെച്ചിട്ട് ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ 1.5 ബിരുന്നാക്കി. ഇയാൾക്ക് പിന്നെ ഈ നാട്ടിന്റെ പുൾപ്പുള്ള ചോറ് വെച്ചിട്ട് കുറെ നാളായി. ഊരിന്റെ ഊട്ട, മനയൂട്ട ഇത് കഴിച്ച് കുറെ നാളായി. നല്ല ആർത്തിയോടെ തിന്നല്ലെങ്കിൽ അപ്പോഴെല്ലാം കേൾക്കുന്നത് കിടാനെ ഞാൻ കുളിപ്പിച്ചിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ടാകുമ്പോ ഞാൻ കുളിപ്പിച്ചിട്ട് കിടാനെ ഉറക്കി. കിടാ എന്താന്നറിയാലോ, വേഗം കുളിച്ചിട്ട് വന്നിട്ട് വേഗം ഉറങ്ങുകയും ചെയ്ത്. എന്തോ കളിച്ചത് ഏറിയതാ അല്ല കുളിപ്പിച്ചത് ഏറിയതാന്നറിയാല. ഉമ്മ സമാധാനിപ്പിച്ചു. മഹാനറ് പിന്നെ എല്ലാം വെയിച്ചിട്ടെല്ലായി. പിന്നെ പല്ലിന്റെ ഇടയിൽ ചിക്കനെല്ലാം അങ്ങനെ കോളെല്ലിട്ട് എടുത്ത് പിടിച്ച് അങ്ങനെ വർത്തമാനം തുടങ്ങി. പിന്നെ ഏകദേശം കിടന്നുറങ്ങേണ്ട സമയമായി. അൽഹംദുലില്ലാ എല്ലാം കഴിഞ്ഞ് സുഖസന്തോഷത്തോടെ ദമ്പതിമാർ റാഹത്തായി പെരുമാറി. അവരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ആ സുഖം അവർ അനുഭവിച്ചു. എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 2-2:30 മണിയാകുമ്പോ ഇങ്ങനെ മുണ്ടിക്കൊണ്ടിരിക്കുമ്പോ എങ്ങനെ നിങ്ങളെ ഗൾഫെല്ലാം ചൂടെല്ലാം മോശമില്ല, ചൂടെല്ലാം റാഹത്തന്നെ. പിന്നെ കൊറോണ വന്നത് കുറച്ച് ബുദ്ധിമുട്ട്. നിങ്ങൾ നാളെ കേട്ടിട്ടുണ്ട്, അന്നേ കൊറോണ ഉണ്ടായി. ഞാൻ എനിക്ക് തിരിയാൻ വേണ്ടി പറയുന്ന നാളെ അൾക്കുൽ തയ്യാറുണ്ടാവും. കല്ലിമിന്നാസ അലാ ഖദരി ഉഖൂലി. തിരിയുന്ന ഭാഷയിലും ഉണ്ടോണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ കുറച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രം. നാളെ അതിനെ ഇട്ട് റാപത്താക്കി, അല്ലെങ്കിൽ മനുഷ്യന് തലബുദ്ധിയായി. മഹാൻ ചോദിച്ചു, പിന്നെ എല്ലാം റാത്ത് അൽഹംദുലില്ലാ. എങ്ങനെ നിനക്കും കുഞ്ഞെല്ലാം എങ്ങനെ ഉമ്മാൻ്റെ വാളിയന്മാരെല്ലാം വന്നിനെ? എല്ലാവരും വന്നിന്, എല്ലാം റാത്തതിന്. ഇന്നലെ അങ്ങനെ നബിതങ്ങളെല്ലാം കണ്ടിട്ട് മുണ്ടിയിട്ടെല്ലാം വന്നത് നിങ്ങളെല്ലാം കേട്ടിന്. എല്ലാം മുണ്ടിട്ട് പിന്നെ ഉമ്മ പറഞ്ഞു, ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ല എനക്കൊരു ഡൗട്ട്, ഒരു സംശയമുണ്ട്. നിങ്ങൾ പിന്നെ കുറച്ചെല്ലാം ഇൽമും കാര്യമെല്ലാം ഉള്ള ആളല്ലേ, എന്നെ പോലത്തെ ഈ കടകൊടിയൊന്നും അല്ലല്ലേ, കുറച്ചെല്ലാം ദീനും നിലപാടെല്ലാം ഉള്ള ആള്. അല്ലാണ്ട് പിന്നെ ആരോടോ കേൾക്കുന്നതിനെ കാട്ടിയോ എല്ലാം
എല്ലാം കുറച്ചെല്ലാം അറിയുന്ന ഒരു ആലിമായി നിങ്ങളോട് കേൾക്കും തന്നെയല്ലേ. എന്തിപ്പോ ഈ 12 കാലിക്ക് 2 കാലിക്ക് നിന്റെ ഡൗട്ട് ഉറങ്ങുമ്പോ? അല്ല, അങ്ങനല്ല. ഞമ്മ ആരെന്നെങ്കിലും ഒരു സാധനോ കടം വാങ്ങിയെങ്കിൽ വായ്പ വാങ്ങിയെങ്കിൽ അതതിന്റെ ടൈം ആവുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ? പിന്നെ ആദ്യം എങ്ങനെയും കൊടുക്കണം. വായ്പ വാങ്ങിയതാണെങ്കിൽ അത് ആ സമയാകുമ്പോ തിരിച്ചു കൊടുക്കണം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു നിലപാടാണ്. ഇത് പറഞ്ഞപ്പോ ഒരു തന്ത്രത്തിലൂടെ മഹദി പറഞ്ഞു, എന്നാ നിങ്ങൾ എന്നോട് ചൂടായിരുണ്ട എന്ന് പറഞ്ഞിട്ട് മഹാന്റെ കൈയെല്ലാം പിടിച്ച് ഒന്ന് അമർത്തി ഒന്ന് തഴുകി തലോടിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു തആല തന്ന വായ്പയായി തന്ന സമ്മാനമായി തന്ന കടമായി തന്ന ഒരു ആളായിരുന്നു ഞങ്ങളെ കിടാവ്. ആശിച്ച് ആഗ്രഹിച്ച് ഞാനും നിങ്ങൾ ഒരുപാട് കാലം പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് റബ്ബൊരു കിടാനെ തന്നു. പക്ഷേ അല്ലാഹു തആല തന്ന ആ കിടാവിനെ അല്ലാഹുവിനെ തിരിച്ചും കൊണ്ടതിനെ അപ്പൊ അവിടെ ഉറങ്ങിയിട്ട് കാണുന്നു. അതേതാ കിടാവിന്റെ മയ്യത്താണ്, കിടാവിന്റെ മയ്യത്താണ്. ഞാനത് കുളിപ്പിച്ച് കഫൻ ചെയ്തവിടെ മട്ടം പോലെ കിടത്തിയിട്ടുണ്ട്. നിങ്ങ ഗടിപിടിയാക്കണ്ട, ബേജാറാകണ്ട, നിങ്ങ അപ്സെറ്റാണ്ട, നിങ്ങ മൂഡ് ഓഫ് ആണ്ട, നിങ്ങ ടേടാണ്ട. നിങ്ങ ഇടയ്ക്ക് ധൈര്യം തരണ്ടയാള്. നിങ്ങ തളർന്നു പോയാ ഞാൻ തളരോ എന്ന് പറഞ്ഞപ്പോ മഹാൻ തളർന്നില്ല. എന്നാലും മഹാന് ബേജാറായി. തളർന്നില്ല. തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചോ. എന്നാലും മഹാന്റെ മനസ്സൊന്ന് വേദനിച്ചോ. ശരി, അല്ല തന്നതല്ല കൊണ്ടുപോയി, എന്നാലും നിനക്കിത് വന്നപ്പന്നെ ചെല്ലാൻ കഴിയലായിന. ഇതെല്ലാം തിന്നിട്ട് ഷാർലകോയിന്റെ ജാറും 1.5 ജാറും എല്ലാം തിന്നു കുടിച്ച് വെയിച്ച് ഞങ്ങൾ രണ്ടാളും ശാരീരികമായി പെരുമാറി. എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം നീ ഇപ്പോഴാ പറയണത് ഇത് മുന്നേ പറയാമായിരുന്നില്ല. ഇല്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. കാത്തിരുന്ന് ഒരുപാട്